ഭയങ്കര കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഒരു വ്ളോഗ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഇവരുടെ ഷോപ്പ് ഉണ്ട്, നമ്മുടെ ലാബ് സ്റ്റുഡിയോ ഉണ്ട്. പക്ഷെ പൂജിതയ്ക്ക് അറിയാത്തൊരു കാര്യം, പ്രിയയ്ക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഹയാത്തി വെച്ച് ഞാൻ കഴിച്ചില്ല ബെസ്റ്റ് ഡിഷ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഒരു 10 വർഷം മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. ഇപ്പം മമ്മിയും ഭയങ്കര ഇൻഫ്ലുവൻസർ ആയല്ലേ. ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ആക്ച്വലി വെൽക്കം ടു അവരല്ല, ഇത് പ്രിയാസ് ന്യൂ വ്ളോഗാണ്. ഞാനിത് ക്യാമറമാൻ മാത്രമായിട്ടാണ്, കാരണം പ്രിയയുടെ ഒരു ആദ്യത്തെ ഇൻഫ്ലുവൻസർ മീറ്റ് ചെയ്യാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഹയാത്തിലാണ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എന്നെ ആക്ച്വലി ഇത് ഓൾ ഗേൾസ് ആണ്, പക്ഷേ എൻ്റെ ഓർഗനൈസറിനെ എനിക്കറിയാം. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു ഞാനും കൂടെ ഒന്ന് വന്ന് വ്ളോഗ് ചെയ്തോട്ടേന്ന്. സോ ഷി വാസ് ഫൈൻ. അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് പോകാം. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാ. അപ്പോൾ എന്താ സംഭവം നമുക്ക് നോക്കാം. ഒരു ഐഡിയ ഇല്ല എന്താന്ന്. എൻ്റെ ഫസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റാണ്. എനിക്കറിയില്ല എന്താ സംഭവം. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം എന്തായാലും. അതെ, 15 ഗേൾസ് ഉണ്ട്, അത് മാത്രമേ എനിക്കറിയാമോ. ലേറ്റ് ആയല്ലേ? ആ, നമുക്ക് പോയി നോക്കാം. ഇത് കാവ്യ, ഇത് ഞാനും പരിചയപ്പെടുത്തിക്കോളാം. ആക്ച്വലി എൻ്റെ വലിയൊരു ഞങ്ങളുടെ പഴയ കഥയുണ്ട്. ഞങ്ങള് 10-12 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെന്തായാലും പിന്നെ പരിചയപ്പെടുത്താം. എന്തൊക്കെ ആയിരുന്നു ഇൻസ്റ്റന്റ് ഫോട്ടോ. ഇപ്പൊ തന്നെ പ്രിന്റ് കിട്ടും. ഓ അടിപൊളി, നൈസ് നൈസ്. എന്തോ വേർഡ് ബിൽഡിംഗ് ഗെയിം നടക്കുവാണ്. ഇവൻ്റെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ എന്തോ വേർഡ് ബിൽഡിംഗ് ഗെയിമാണ്. പ്രിയ അവിടെ ഇരുന്ന് ഭയങ്കര ഇൻറ്റൻസായി കളിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നില്ല പ്രിയയ്ക്ക് വല്ലതും കിട്ടുന്നു. ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതെ, ഏതെങ്കിലും ഞാൻ കോഫി നോക്കുക. കോഫി കണ്ടുപിടിക്കണം അല്ലേ? അതെ, ഇത് ആദ്യം തപ്പിപ്പിടിക്കണം. ആൾക്കാർക്കുള്ള കുറച്ച് ബുദ്ധി കൂടുതലുള്ളവർക്കുള്ള ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. എനിക്ക് ഒന്നും ഒരു വേർഡും കൂടെ കിട്ടാറുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങിലൂടെ ആദ്യം എൻ്റെ ഫ്രണ്ട് കാവ്യയാണ് കട്ട് ചെയ്യുന്നത്. കാവ്യയാണ് ആക്ച്വലി ഇവൻറ്റ് നടത്തുന്നത്. സോ കേക്ക് കട്ടിങ് കൂടെ ഒഫീഷ്യലി ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാലും ഇറ്റ്സ് ബീൻ എ ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ഇവൻ്റ് ആണ്. എന്താ സംഭവം എന്നൊക്കെ ബാക്കിയപ്പോൾ നോക്കാം. പക്ഷേ ഇവിടുത്തെ ഡെക്കറേഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് ബീൻ ഔട്ട്സ്റ്റാൻഡിങ്. ആ മാക്രൂൺസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ നോട്ടം മൊത്തം അതിലേക്കാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ പോയി കഴിയുമ്പോൾ ബാക്കി ഇതേ ബ്രൗണീസും എല്ലാം ഉണ്ട്. ഗെയിം ജയിച്ചില്ലെങ്കിലും നമ്മുടെ ഫേവറേറ്റ് മാക്രോൺ കിട്ടിയിട്ടുണ്ട്. പതുക്കെ വർണ്ണം കൂടെ എടുത്തുകൊണ്ട് ആ സൈഡിൽ കൂടെ എനിക്ക് കൊണ്ടുവന്നു. അതെ, എന്തായാലും ഇൻഫ്ലുവൻസസ് മീറ്റിൽ ഇങ്ങനത്തെ കുറേ നല്ല സംഭവങ്ങളുണ്ട്. ഗെയിം തോറ്റല്ലോ അല്ലേ? ലാസ്റ്റ് ഇൻഫ്ലുവൻസർ മാത്രം കിട്ടിയില്ല, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം. ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും പിന്നെ ഫേസ്ബുക്കില്ല കേട്ടോ. ഫേസ്ബുക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഇല്ല. ഇൻസ്റ്റഗ്രാമും യൂട്യൂബേഴ്സിലൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ആദ്യമായിട്ടുള്ളൊരു മീറ്റാണ്. സോ ലോട്ട് ഓഫ് റിയലി ബ്യൂട്ടിഫുൾ പീപ്പിൾ, റിയലി നൈസ് പീപ്പിൾ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് 15 to 18 പീപ്പിൾ ഉണ്ട്. സോ അവർക്ക് ഓരോരോ സെഷൻസ്, ഇപ്പോൾ അവിടെ നടക്കുന്ന എന്തോ സ്കിന്നിനെ കുറിച്ചുള്ള സെഷനാണ്. അത് പിന്നെ ഞാൻ പോയി ഇപ്പം എടുത്തിട്ട് കാര്യമില്ല. അത് തന്നെ ഒരു 1 hour കാണും. അപ്പോൾ വ്ളോഗിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ വെരി നൈസ് തിങ്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ക്യാൻ മീറ്റ് ഈച്ച് അതർ. നിങ്ങളുടെ ഫേവറേറ്റ് ഒരു കപ്പിൾ ഇവിടെ ഉണ്ട്, അവരെ കാണിച്ചു തരാം. അവർ ബെസി ഷൂട്ടിംഗ് ആണ്, എന്തായാലും അവരെ കാണിച്ചു തരാം. ഈവൻ വി ലവ് ദം. സോ അവരുണ്ട്. അതല്ലാതെ ശ്രുതി ഉണ്ട്, പിന്നെ അപർണ ബാലമുരളി വരണ്ടായിരുന്നു. ഐ തിങ്ക് ഷീ കുഡ്ന്റ് മേക്ക് ഇറ്റ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ എനിക്കറിയില്ല ആരൊക്കെ എടുക്കാൻ പറ്റുന്നു. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. ഇവിടെ നമ്മുടെ മെയിൻ സാധനമുണ്ട്. അതെന്താ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഹൈറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. അപ്പോൾ കുറേ സ്നാക്സും ഡ്രിങ്ക്സും ആണ്. എനിക്ക് തോന്നുന്നത് ചിക്കൻ കീഷ് ഉണ്ട്, ഇത് ടർക്കിഷ് ലാം പീഡേ, ഇത് മട്ടൻ പീഡേ, ആൻഡ് ഇത് വൈൽഡ് മഷ്റൂം ഒരു പഫ്സിൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, ദിസ് ചിക്കൻ സാൻഡ്വിച്ച്, ആൻഡ് ദിസ് ഇസ് അവക്കാഡോ റോൾ. സോ ദാറ്റ്സ് വെജിറ്റേറിയൻ. പിന്നെ അതല്ലാതെ കുക്കീസ് ഉണ്ട്, ഉപ്ര കേക്ക് ഉണ്ട്. പിന്നെ ഇതല്ലാതെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ ഫ്രഷ് ജ്യൂസ് 2 എണ്ണം ഉണ്ട്. അല്ല, ഒരു ഫ്രഷ് ജ്യൂസ്, വാട്ടർമെലൺ, ഒരു ഐസ് ടീ. പിന്നെ അല്ലാതെ ഞങ്ങളുടെ പ്രിയ ഇത് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ബബിൾ ടീ ഉണ്ട്. അത് ഐ തിങ്ക് സോ മാച്ച ഫ്ലേവർ ഇസ് ഓൾസോ ദ. സോ അത് പ്രിയ വന്നവിടെ ഞാൻ അതായിരിക്കും മിക്കവാറും എടുക്കുന്നത്. മാച്ച ഉണ്ടല്ലോ അല്ലേ?
മാറ്റേഴ്സ് ആണോ? ഓക്കെ. ഓക്കെ, ഇതപ്പോൾ ഇങ്ങനത്തെ കുറേ വർക്ക്ഷോപ്സ് ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ ഒരു കോസ്മെറ്റോളജിയുടെയാണ്. പ്രിയയ്ക്ക് എന്തൊരു ശ്രദ്ധ എന്ന് നോക്കിക്ക്, ഇത്രയും ശ്രദ്ധിച്ചിരുന്ന് കഴിക്കുന്നു. എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ശ്രദ്ധയുണ്ട് ഇത് കാണാൻ. ഈ കുട്ടി ആക്ച്വലി ഒരു ഫോറിനറാണ്, യുക്രൈനിയൻ ആണ്. പക്ഷേ ഷീ ഹാസ് അതെ അവിടെ പ്രിയയുടെ ശ്രദ്ധയൊക്കെ പോയി, ഭയങ്കര സംസാരമായി, ഗോസിപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പറ്റുമെങ്കിൽ ഇവരുടെ ഒരു വ്ളോഗ് ചെയ്യണം. പ്രോനെയിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ആൻഡ് ഇറ്റ്സ് ബീൻ എ റിയലി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. പോസ്റ്റ് ആയിരിക്കുന്നുള്ളത്, പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഈ റോളില്ലല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ആൾക്കാരെ വീഡിയോസ് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ, അത് യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ അതിൽ ഒരാളാണ് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കപ്പിളാണ്. കപ്പിൾ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഒരാൾ അകത്തുള്ളത്. ഇപ്പോൾ ഞാൻ മുന്നിൽ വിളിക്കാൻ വേണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് ഞാൻ വീഡിയോസ് പ്രത്യേകിച്ച് നോക്കുന്നത് നമ്മുടെ ഹാപ്പി ഫാമിലി. കാരണം ഞങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനും പറയാം, എന്തെങ്കിലും ക്യാമറ ഉണ്ട്, സെയിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടത് അതൊരു ഭയങ്കര കോയിൻസിഡൻസ്. അപ്പോൾ എന്താണെന്നറിയാം, ഞാൻ ആക്ച്വലി ഞങ്ങൾക്ക് ഇവരായിട്ട് ഒരു കൊളാബ് ചെയ്യണമെന്നുണ്ട്. അത് പക്ഷേ ഒരു ട്രാവൽ കൊളാബായിട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇൻഷാല്ലാ അത് നടക്കണം. അത് മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഒരു വ്ളോഗ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഇവരുടെ ഷോപ്പ് ഉണ്ടെന്ന് നമ്മൾ ലാസ്റ്റ് സ്റ്റുഡിയോ ഉണ്ട്, ഐക്കാന്ന് പറഞ്ഞ ബൊട്ടീക്കിൽ. സോ എല്ലാം കൂടെ ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഭയങ്കര നല്ല നിമിത്തങ്ങളുമാണ്. ആൻഡ് എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ വീഡിയോ, നമ്മുടെ ഷോപ്പിൽ നിന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേ അത് ഫുൾ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കണ്ട, എന്തായാലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട്, അതിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്തായാലും വെരി ലവ്ലി. നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് രണ്ട് ക്യാമറയിലുണ്ട്, കണ്ട. അപ്പൊ എവിടെ ആരോട് എന്തൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ രണ്ടുപേരുടെയും വ്ളോഗ് ഒരുമിച്ച് കണ്ടാൽ മതി, അതാണ് നല്ലത്. ഫുൾ കൺഫ്യൂഷൻ ഫുൾ ഉണ്ട്. എന്തായാലും നിങ്ങളെന്തായാലും നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. അതെ, രണ്ടുപേരുടെ എന്തായാലും രസമായിരിക്കും. എന്തായാലും നമ്മുടെ രണ്ടുപേരും ഭാര്യമാരകത്തുണ്ട്. എന്തായാലും അവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷം. അതെ, എല്ലാവരും കൂടെ വേണമല്ലോ. അപ്പൊ നമുക്ക് ഇനി നേരെ ഫുഡിന്റെ സെക്ഷനിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സലീലിനൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫ്രീ മസാജിൻ്റെ ആണ്, 5000 രൂപയുടെ മസാജ് വൗച്ചറുണ്ട്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ പോയി മസാജ് എടുക്കാം. അകത്തേക്ക് പോകാം. അപ്പോൾ ഇപ്പോഴും വർക്ക്ഷോപ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു മേക്കപ്പിൻ്റെ ആണ്. ഇതെന്തായാലും എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എസ്പെഷ്യലി ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ സ്വന്തമായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ടിപ്സാണെന്ന് തോന്നുന്നു. ദിസ് ഹാസ് ബീൻ എ റിയലി എനിക്ക് തോന്നുന്നു പ്രൊഡക്റ്റീവ് ഒരു മീറ്റിംഗ് കൂടിയായിരുന്നു ഇത്. ഗൈസ്, ഇങ്ങനത്തെ ഒരു ഫോർമൽ ഇവൻ്റ് ആയതുകൊണ്ട് നമ്മൾ വേദുവിനെ കൊണ്ടുവന്നിട്ടില്ല. അറിയാമല്ലോ, ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഒരു ഇവൻറ്റ് വന്ന. വേദു ഇല്ലാത്ത, പക്ഷേ വേദു സ്ലീപ്പിംഗ്, അമ്മയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്തൊക്കെ നോക്കും. സോ ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ ഇവിടെ വേറൊരു ഭയങ്കര വലിയൊരു ഇൻഫ്ലുവൻസർ ഇരിക്കുന്നുണ്ട്. മമ്മി, ഇൻഫ്ലുവൻസർ മീറ്റിംഗിൽ എന്താ മമ്മി അവിടെ മെയിനായിട്ട് മമ്മി ആരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാൻ സ്പെഷ്യൽ ഗസ്റ്റാണ്. കുക്കിങ്ങിനാണോ? കുക്കിങ്ങിനല്ല, എല്ലാവർക്കും എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. മമ്മി പണ്ട് ഒരു 10 വർഷം മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയെങ്കിൽ ഇപ്പൊ മമ്മിയും ഭയങ്കര ഒരു ഇൻഫ്ലുവൻസർ ആയല്ലേ. എന്ത് ചെയ്യാം, അത് കുഴപ്പമില്ല, തോന്നിയില്ല. ഏതായാലും പ്രിയ അവിടെ എന്തൊക്കെ ഭയങ്കര ഡിസ്കഷനാണ് അവിടെ. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ്സിന് വന്നുള്ള ഗുണം എന്താണെന്നറിയാം, ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടും കേട്ടോ. ഏകദേശം എനിക്കൊന്നൊരു 50,000 വലിയ വലിയ ഇവൻറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ 1 lakh 2 lakhs വർത്തിൻ്റെ ഒക്കെ ഗിഫ്റ്റ്സ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്പോൺസേഴ്സിൻ്റെ അവർ പേര് അനൗൺസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ജസ്റ്റ് അവിടെ പോയി നമുക്ക് കേക്ക് എന്തൊക്കെയുള്ളത് വീട്ടിൽ പോയി ഓബ്വിയസ്ലി നമ്മുടെ ഒരു ഹോൾ വീഡിയോ കാണും. ആൻഡ് ഞാൻ ആകെക്കൂടെ ഒരു പിങ്ക് ചോക്ലേറ്റ് മാത്രം കിട്ടും, ബാക്കിയൊക്കെ ഉള്ള ഗേൾ സ്റ്റഫാണ്. അപ്പോൾ ലേഡീസിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഹോൾ വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവരിപ്പം ആക്ച്വലി ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇങ്ങനത്തെ ഇവൻറ്റ്സ് നടക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്പോൺസേഴ്സിൻ്റെ ലിസ്റ്റ് കേൾക്കാം. ആ എല്ലാവരുടെയും ഗുഡി ബാഗ്സ് അവിടെ കാണും. അതല്ലാണ്ട് ഇക്കോറും എല്ലാം സ്പോൺസേർഡ് ആണ്. Popular Candles, Green Snack Company, Honey Twigs, Eleanor, Little Reader, Kombucha, Via Kerala, Carbon Bay, Dizo Chocolate, Bifa Ayurveda, Nature Up, Heal, Originals, Radiance, Planters Treasure, Alpha Plantations, The Pink Chocolatier, Induce, Makeup Artistry, Cravery, Jenny's Cake Corner, Cinnamon. I'm sure you're wondering where all this is. It's all in that corner. And you can all pick up the red boxes over there and fill it in with all your goodies.
Thank you all for coming today. This is Kerala's first influencer meet. I'm so happy all of you came. So on behalf of Social PR, I would like to invite you all for high tea, and we have a lot of goodies here. So that's it. Thank you for coming. Love you all. 2, 3. Yay! ഇവിടുത്തെ ഹിറ്റ് ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കേക്ക്സ് അത് ബേക്ക് ടേൽസ് എന്ന് പറഞ്ഞാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ദിസ് ഹാസ് ബീൻ ഔട്ട്സ്റ്റാൻഡിങ്. ഇത് അധികം എല്ലാവരും ഇവിടെ ഡയറ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം മാതിരി ഉണ്ട് കഴിക്കാനായിട്ട്. സോ നോ ഇഷ്യൂസ്. ദിസ് ഇസ് റിയലി ഗുഡ് കേട്ടോ. ബേക്ക് ടേൽസ് ആണ്, ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. പറയണ്ട, ശ്രുതി എന്നോട് ചോദിക്കാം എന്താ പറയേണ്ടത്. ഞങ്ങൾക്ക് പറയണം, ശ്രുതി ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ട് കാരോനിൽ പോയി വെട്ടിയടിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. അല്ല, ഞങ്ങള് കാരവൻ ഇട്ട് വ്ളോഗിന്റെ അന്ന് തന്നെ ശ്രുതി ഞങ്ങൾ അന്ന് തന്നെ പോയി. ഞാൻ ഇവരുടെ എല്ലാ വ്ളോഗ്സും അതേ ദിവസം കാണുന്ന ഒരാളാണ്. ഇന്ന് ഇന്ന് മറ്റേ ഐക്ക അത് കണ്ടിട്ട് നാളെ ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നത്. ഞങ്ങൾ വിളിച്ച് പറയും ശ്രുതിക്ക് ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന്. പക്ഷേ ശ്രുതി അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ട്, ഞങ്ങളുടെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾ ആക്ച്വലി ശ്രുതിക്ക് ഭയങ്കര ഫാൻസ് ആയത് മറ്റേ വിജയ് ദേവർ ഏതാ വലിയ കോംറേഡ്. അതിൽ ആബ്സല്യൂട്ട്ലി ലവ് യു ഈവൻ ഇറ്റ് ഇസ് എ വെരി She acted with Vijay Deverakonda. കഴിഞ്ഞ തവണ ഞാൻ പ്രിയനെ മീറ്റ് ചെയ്തപ്പോൾ പ്രിയ പറഞ്ഞിരുന്നു ദാറ്റ് ഷീ വാണ്ട്സ് ടു ടോക്ക് ടു Vijay Deverakonda. അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ശ്രുതിനെ കണ്ടപ്പോ ഹായ് ശ്രുതി എന്നല്ല പറഞ്ഞ വിജയ് ദേവരകൊണ്ട. ഹൗ ഇസ് വിജയ് ദേവരകൊണ്ട എന്ന് ആദ്യം ചോദിച്ചത്. അത് ശരി, അതാണ് ആദ്യം പ്രിയ ചോദിച്ചത്. ബട്ട് ഐ ആബ്സല്യൂട്ട്ലി ലവ് യുവർ ചാനൽ സിംപ്ലി ബിക്കോസ് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ പറയുന്നത്, ബട്ട് വെരി ഓണസ്റ്റ് റെക്കമെൻഡേഷൻസ് തരുന്ന ഒരു ചാനൽ. ആൻഡ് ഇടയ്ക്ക് വെച്ച് എൻ്റെ ഹസ്ബൻഡ് കൈൻഡ് ഓഫ് ഡസൻറ്റ് ലൈക്ക് യുവർ ചാനൽ വെരി മച്ച്. കാരണം നമുക്കിവിടെ പോവാം, ഇവിടെ പോയി, ഇത് നല്ലതാണ്, അവിടുത്തെ ഫുഡ് നല്ലതാന്നൊക്കെ പറയുമ്പോൾ ബട്ട് താങ്ക് യു ഫോർ ഡൂയിങ് സച്ച് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു ഫോർ വാച്ചിങ് ശ്രുതി. താങ്ക് യു ഫോർ ടോക്കിംഗ് ടു us. അപ്പോൾ പ്രിയ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് കോസ്മെറ്റോളജി ഉണ്ടായിരുന്നു, മേക്കപ്പ് ഉണ്ടായിരുന്നു, നെയിൽസിന്റെ എന്തായിരുന്നു. നെയിൽസ് ഒന്നും ചെയ്യാൻ പറ്റൂല, കണ്ടോ ഒരു നഖം പൊട്ടിപ്പോയി. കാരണം ആരാ? ഞാൻ ഒരു ഡോർ അറിയാതെ അടഞ്ഞു പോയതാ. പേരലിടയിൽ പോയി. പിന്നെ ഇനി ആദ്യമായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഈ കാണുന്നതൊക്കെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. പക്ഷെ ഇതെന്താണെന്നറിയോ, നമ്മൾ തന്നെ അവിടുന്ന് ബോക്സ് എടുത്ത് നമ്മൾ തന്നെ ഓരോന്നെടുത്ത് പാക്ക് ചെയ്യണം. അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. അപ്പൊ തുടങ്ങാം, നമുക്ക് അറ്റം തൊട്ട് തുടങ്ങാം. ഇത് ഹായ്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പരിചയപ്പെടുത്തില്ല. പക്ഷെ പൂജിതയ്ക്ക് അറിയാത്തൊരു കാര്യം, പ്രിയയ്ക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ആംഗ്രി ബേർഡ്സിൽ അഭിനയിച്ചില്ലേ? അഭിനയിച്ചില്ലേ? അപ്പൊ എല്ലാം പോയി. ഞാൻ പ്ലാൻ ചെയ്ത് അഭിനയിക്കാൻ പോയത് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആക്ച്വലി എന്നെ ആംഗ്രി ബേർഡ്സ് എന്ന് പറഞ്ഞ പടം വിളിച്ചായിരുന്നു. അപ്പൊ അതില് ഭാവന അനുമേനോടാണ് ലീഡ്. അവരുടെ സെക്കൻഡ് പേര് നിഷാന്ത് സാഗറും വേറൊരാള് ഗേൾ ആയിരുന്നു. എന്നോട് പറഞ്ഞത് ഞാനും പൂജിതയായിരിക്കും എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഹൗസ് അമേസിംഗ്. സത്യം പറഞ്ഞ കേരളയിൽ ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ്. ലൈക്ക് വൈ ക്യാൻ സോഷ്യലൈസ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ലൈക്ക് ഇറ്റ്സ് ആൻ അമേസിംഗ് പ്ലാറ്റ്ഫോം. അപ്പൊ ഇങ്ങനത്തെ കുറെ തന്നെ ഉണ്ടാവും. ഹാപ്പി ടു മീറ്റ് യു. ഇങ്ങനെ കാണുമ്പോൾ ആക്ച്വലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് ചെയ്താലും when we come and meet like this only we get more closer and all that. So ഇങ്ങനത്തെ കുറെ ഇവന്റ്സ് ഉണ്ടാവട്ടെ. And then we'll get a lot of good stuff also. അതാണ് ഏറ്റവും good food, good goodies എല്ലാം കാണും. Okay, so thank you Pooja. Thank you. Let's all take a selfie also. അതെ, അതിൽ അവസാനിക്കാം. ഹായ്, സോറി, ഞാൻ ക്യാമറ ആയിട്ടാണ് നടക്കുന്നത്. റേച്ചൽ മാണി. Where Pearly? How is she? She is good. She is doing Is she vomiting? Vomiting ഉണ്ടോ? 7 months. പ്രിയ, അപ്പോൾ പെട്ടി എടുത്തോളൂ. അങ്ങനെ ആകുമ്പോൾ ഇനി വീട്ടിൽ പോയി ഹോൾ വീഡിയോ കാണിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇപ്പൊ തന്നെ കാണിക്കാം. അപ്പോൾ എടുത്തോളൂ. ഹോൾ വീഡിയോ ലൈവായിട്ട് കാണാം. വലിയ പെട്ടി ആദ്യം എടുക്കുക, അത് തുറന്ന് വെക്കുക. എവിടെ? അത് എനിക്കൊന്ന് ലിഡാന്ന് തോന്നുന്നു, ഫുള്ളായിട്ട് തുറക്കണ്ട. ഓക്കെ, അപ്പോൾ അതേ പെട്ടി തുറക്കുക. ഇനിയപ്പോൾ ഹോൾ വീഡിയോ എന്താണെന്ന് ചോദിക്കരുത് കേട്ടോ. എല്ലാം ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് കാണിക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഒരു ആദ്യത്തെ സാധനം തൊട്ട് എടുത്തോളൂ. ക്യാൻഡിൽസിൽ നിന്ന് തന്നെ തുടങ്ങാം. ബെറി ക്യാൻഡിൽ. ഇത് ഈ ഒരു ഇതിൽ കേറുമല്ല, നോക്കാം. പിന്നെ അടുത്തത് വാനില. അത് ഹണിയാണ്. ഹണി പ്യുവർ ഹണി. എൻ്റെ ബാക്കിലത്തത് അതെന്താ, സ്നാക്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, സം സ്നാക്സ് ആണ്. ഇതൊക്കെ നേച്ചർ അപ്പ് എന്ന് പറഞ്ഞ ഏതോ ബ്രാൻഡാണ്. ഇനി എടുത്തോ, ഇതോ ഹണിയാണ്.
ഹണി അത്യാവശ്യമാണ്, ഞങ്ങൾക്ക് ലൈം ജ്യൂസിലിട്ട് കുടിക്കുന്ന മെയിൻ സാധനമാണ്. അടുത്ത ഹണി ട്വിഗ്സ്, അത് നല്ല രസമാണ്. നമ്മുടെ ചെറിയ ചെറിയ സാഷേസ്, സിപ്പപ്പ് പോലത്തെ സാഷേസ് ആണ്, അത് പൊട്ടിച്ച് കഴിക്കാം. ഇത് ഇനി ബുക്സ് ആണ്, ബുക്സ് എടുത്തോളൂ. ഇതിലും ആന, എങ്ങനെ ഈ ആന നമ്മുടെ കയ്യിൽ എപ്പോഴും വന്നു വീടുന്നു. ഓക്കെ, ഇതെന്തോ ബുക്ക്, അത് എടുത്തോളൂ. പിന്നെ വേദുവിന് ഇതേ സ്റ്റോറി ബുക്ക് ഉണ്ട്, എടുത്തോളൂ. പിനോക്കിയോ, ഓ പിക്ചർ ബുക്കാണ്, നൈസ്, വെരി നൈസ്. അടുത്തത് ഇത് ഒരു 2-3 എടുക്കായിരുന്നു, പക്ഷെ കറക്റ്റ് അല്ലല്ലോ, ഒരെണ്ണം എടുത്താൽ മതി. എനിക്കൊന്ന് കൊച്ചിയിലെ ബെസ്റ്റ് ചോക്ലേറ്റ് ആണ് ലിസോ ചോക്ലേറ്റ്സ്. ഓഫ്, ഇത് അടുത്തത് നമ്മുടെ സാധനം, ഇത് ഞാൻ തന്നെ എടുത്തു തരാം. ബട്ടർ ചിക്കൻ ഉണ്ട്. പിന്നെ ഇനി കുറച്ച് ഒത്തൻറ്റിക് സാധനങ്ങളിലേക്ക് പോവാണ്. ഇതെന്താന്ന് അറിയില്ല, തുറന്നു നോക്കണം. അനന്ത എന്ന് പറഞ്ഞൊരു സാധനമാണ്, സ്കിന്നാണ്, എന്തോ സ്കിൻ കെയർ ആണ്. ഓക്കെ, അത് എല്ലാം ഓരോന്നോരോന്ന് എടുത്തു. അത് സാനിറ്റൈസർ, ഇത് ഫേസ് വാഷ്, ഇത് അലോവേറ ഹാൻഡ് സാനിറ്റൈസർ, ഇതൊരു ഹേർബ് ഇൻഫ്യൂസ്ഡ് കോട്ടൺ മാസ്ക്. ഓക്കെ, അത്രയും കൊണ്ടുപോയിക്കോളൂ. എന്തായാലും ഇത് ഷോപ്പിംഗ് ബുഫേ, ഇതൊരു ബുഫേ നമുക്കത് അറേഞ്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആദ്യമേ കാണിച്ചിട്ട് പിന്നെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്തത് ഓക്കെ, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, ഹീൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, അതിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. അടുത്തത് ഗ്രീൻ ടീ, ഇതും നമ്മുടെ ഒരു സാധനമാണ്. ഇത് ബോക്സിന് അടിപൊളിയായിട്ടുണ്ടല്ലോ, അൽഫ ഗ്രീൻ ടീ. ഓ പ്രിയ, നമ്മുടെ ഫേവറേറ്റ് സിനമൺ റോൾ ഉണ്ട്, സിനമോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് സിനമൺ റോൾ. അത് തന്നെ അവരുടെ തന്നെ കുക്കീസ് ഉണ്ട്, അത് ബ്രൗണീസ് എന്തോ ഉണ്ട്, കുഴപ്പമില്ല, എന്താണെങ്കിലും ഓക്കെയാണ് നമ്മൾ. ആൻഡ് ഫൈനലി ഇതും വളരെ പോപ്പുലർ ബ്രാൻഡാണ്, ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, കാർബൺ ബേയുടെ ഫേസ് മാസ്കും എല്ലാവർക്കും അറിയാം, കിട്ടിയത്. അതെ, ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി ഇത് നമുക്കൊരു മിക്കവാറും ഒരു കൂലിനെ വിളിക്കേണ്ടി വരും കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഹോൾ വീഡിയോ ഇല്ല, ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ഇനി നമുക്ക് ഹൈറ്റ് നമ്മുടെ ഫുഡിന്റെ സെക്ഷൻ കാണിച്ചിട്ടുള്ള പറയാം. പോവാ. അപ്പോൾ ഈവനിങ് ടീ ടൈം ആയിട്ടുണ്ട്. എന്തൊക്കെ ചായ ഉള്ളത്? മസാല ടീ ഉണ്ട്, നോർമൽ ടീ, കോഫി ഉണ്ട്. മസാല ടീ, നോർമൽ ടീ, കോഫി. ഇത് ഇലാച്ചിയാണോ? കണ്ടിട്ട് ഭയങ്കര അപ്പീലിംഗ് ആണ്, പക്ഷെ ഇവിടെ ബബിൾ ടീ ഉണ്ട്, അതുകൊണ്ട് പിന്നെ അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ വേണമെങ്കിൽ മമ്മിക്ക് കൊടുക്കാം. ഇവിടെ ബബിൾ ടീ ലൈവായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ബബിൾ ടീ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാത്തവർ കണ്ടോളൂ. ഞങ്ങളുടെ തായ്ലൻഡിൻ്റെ മെയിൻ പരിപാടിയായിരുന്നു ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത്. അല്ലമ്മ മാച്ച പ്ലീസ്. മാച്ച ആക്ച്വലി ഒരു ജാപ്പനീസ് ഒരു ഗ്രീൻ ടീയുടെ ഒരു സംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഇറ്റ്സ് അവർ ഫേവറേറ്റ് ഫ്ലേവർ. ഈ ബബിൾസ് റൈസ് ആണോ? ഇറ്റ്സ് ഇറ്റ് റൈസ് ബബിൾ? ടാപ്പിയോക്ക, സോറി, ഇറ്റ്സ് ടാപ്പിയോക്ക ബബിൾ. ആൻഡ് ദിസ് ഇസ് what syrup? Strawberry crush. Strawberry crush. Lots of ice. And some tea. With some milk. Milk, sorry. That's some milk. And finally, നമ്മുടെ മെയിൻ സാധനം മാച്ച. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഫ്ലേവർ കേട്ടോ. ഇത് നേരെ പ്രിയക്കാണ് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്. ദിസ് ഈസ് അവർ മാച്ച ഗ്രീൻ ടീ. അപ്പോൾ ഇതാണ് മാച്ച ഗ്രീൻ ടീ. ആൻഡ് ഇത് ഈ വലിയ സ്ട്രോയിൽ കൂടെ കുടിക്കാൻ പറ്റില്ല, കാരണം എന്നാലേ ബബിൾസ് വരുള്ളൂ. സോ അതാണ് മെയിൻ ഈ ഒരു ബബിൾ ടീ കുടിക്കുന്നതിൻ്റെ പ്രത്യേകത, വലിയ സ്ട്രോ ആയിരിക്കും. ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടു ഒരുപാട് സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് എല്ലായിടത്തും നല്ല നല്ല ഫുഡാണ്. പക്ഷേ എനിക്ക് ഹയാത്തിൽ വരുമ്പോൾ നെയ്ബറായിട്ട് എനിക്ക് അങ്ങനെ പെയ്ഡ് കൊളാബറേഷൻ ഒന്നുമില്ല. ഐ ഹാവ് മെമ്പർഷിപ്പ്, ഐ ഗെറ്റ് ഡിസ്കൗണ്ട്സ്, അങ്ങനെ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഒരു ഇവൻ്റാണ്. ഓക്കെ, ഇവൻറ്റിലെ ഡിഷ് വരും. ഇതെന്തോ വൈൽഡ് മഷ്റൂം പേസ്ട്രിയാണ്. ഈ ഹയാത്തിൽ കിട്ടുന്ന ഒരു റിഫൈൻഡ് ആൻഡ് ഒരു നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ കണ്ടുവരണ്ട, ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. കാരണം ഇപ്പം നിങ്ങൾക്ക് ടേസ്റ്റും എൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷേ ഐ ഹാവ് ടു സേ ദിസ്, എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻ ഇൻ കൊച്ചി അല്ലെങ്കിൽ മേ ബി ഈവൺ ഇൻ കേരള ഇസ് ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി. അതിന് ഞാൻ ഇതുവരെ മാറ്റം വന്നിട്ടില്ല, വരുവാണെങ്കിൽ എന്തായാലും പറയാം. പക്ഷേ ഇത്രയും സ്ഥലത്ത് പോയിട്ടും വളരെ 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 നല്ലയുള്ള ഫുഡുകൾ കഴിച്ചിട്ടും എനിക്കിപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി തന്നെയാണ്. ഈ ഒരു വൈൽഡ് മഷ്റൂം പേസ്ട്രിയൊക്കെ സോ ഗുഡ്. ഹയാത്തിൽ വെച്ച് ഞാൻ കഴിച്ചതിലെ ബെസ്റ്റ് ഡിഷ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബുഫയോ അല്ലെങ്കിൽ വന്നതൊന്നുമല്ല, ഇവിടുത്തെ ഈ ഗൂദ ചീസ് വെച്ചുണ്ടാക്കിയ കീഷ്. ദിസ് ഹാസ് ബീൻ ലിപ് സ്മാക്കിംഗ്ലി ഡെലിഷ്യസ്. ഞാൻ അങ്ങനെ ഡിഷസ് റെക്കമെൻഡ് ചെയ്യാറില്ലല്ലോ, ഞാൻ പരിചയപ്പെടുത്താറില്ലല്ലോ.
ഇവിടുത്തെ ചിക്കൻ പപ്സി ഒന്ന് റെക്കമെൻഡ് ചെയ്തായിരുന്നു. ദിസ് ഈസ് എ മസ്റ്റ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ദെയർ ഇൻ ദ റെഗുലർ മെനു ഓർ ഇൻ ദ റെസ്റ്റോറൻറ്റ്. ഏത് റെസ്റ്റോറൻറ്റിലാണ് കിട്ടുന്നത് എനിക്കൊന്നും അറിയില്ല. ദിസ് ഐ എം ഷുവർ നോട്ട് എ സിംഗിൾ പേഴ്സൺ വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ, ചീസ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ, ചിക്കൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ദിസ് ഗൂദ ചീസ് കീഷ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്, സിംപ്ലി ഔട്ട്സ്റ്റാൻഡിങ്. ഇതാണ് ഞാൻ പറഞ്ഞ കീഷ്. ഐ പേഴ്സണലി കെയിം ടു താങ്ക് യു ഷെഫ്. ഐ കം ഹിയർ ഫോർ ഓൾ ദ മെനു ടേസ്റ്റിംഗ്സ്, ഫോർ ദ മെനു ലോഞ്ച്, എവറിഥിങ്. By far the best item I have had in Grand Hyatt is this quiche. I absolutely loved it. I had this in Europe, but there I haven't tasted it with Gouda cheese. This has taken the dish to the next level. And the perfect texture, the slight caramelization on top, this is absolutely speechless. I was searching for you. I just wanted to come and say this has been one of the best dishes I've ever tasted, maybe anywhere in the world. Thank you so much. Really, it's that good. I just wanted to show my appreciation, that's all. Thank you. പ്രിയ, ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു ഡിഷ് ഇവിടെയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഹയാത്തി വെച്ച് ഇതുവരെ കഴിച്ചതിൽ ബെസ്റ്റ് ഡിഷ്, ഇതുവരെ കഴിച്ചതിലുള്ള ബെസ്റ്റ് ഡിഷ് ഈ കീഷാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും ഷോക്ക്ഡായി. ഞാൻ ഇത് 8 എണ്ണം കഴിച്ചു. എൻ്റെ പ്ലേറ്റിൽ ഇപ്പോൾ ബാക്കിയില്ല. അത് അവിടെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. എഗ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ചീസ് ഉണ്ട്. അടിപൊളിയല്ലേ മമ്മി? ചിക്കനൊക്കെ കഴിച്ചു തുടങ്ങും മമ്മി, വെറുതെ ഇങ്ങനെ ഇരിക്കാതെ. മറ്റേ മഷ്റൂമിന്റെ നല്ലതാണ്, അടിപൊളിയല്ലേ? അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. മഷ്റൂം, വൈൽഡ് മഷ്റൂം ആൻഡ് ചീസ്. ടു ഗുഡ്, ടു ഗുഡ്, ടു ഗുഡ്. എങ്ങനെയുണ്ട് കീഷ്? അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും അഷ്ന ആൻഡ് ഷഫീൽ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദേ ആർ സ്വീറ്റസ്റ്റ് കപ്പിൾ വി ഹാവ് മെറ്റ്. ഓക്കെ, നമ്മൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവരായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ ഒരു പിടുത്തമൊക്കെ കാണുന്നു. പക്ഷേ ദേ ആർ ആബ്സല്യൂട്ട്ലി ഡിലൈറ്റ്. ഞങ്ങൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് അവരാണ് നമ്മളെ വന്ന് കംഫർട്ട് ആക്കിയത്. സോ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് ദം. നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ ഉണ്ട്, എന്തൊക്കെ നടക്കുന്നതൊക്കെ അറിയില്ല. ഗൈസ്, ഇത് കണ്ടോ, നടക്കാൻ പറ്റുന്നില്ല. പ്രിയയുടെ കയ്യിൽ ഫുള്ളാണ് ഹാമ്പർ, എൻ്റെ കയ്യിലും ഉണ്ട്. അത് കാണിക്കാൻ പറ്റുമോ അറിയില്ല. എൻ്റെ കയ്യിലും ഫുള്ളാണ് ഹാമ്പേഴ്സ്. ഇങ്ങനെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസർ മീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? നടന്നോളും. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.